സാമൂഹിക മാധ്യമങ്ങളിൽ അക്കൗണ്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാമൂഹിക മാധ്യമമാണ് വാട്സപ്പ്. എന്നാൽ ഇപ്പോഴിതാ വാട്സപ്പിനെ ബാധിക്കുന്ന ഒരു ഗുരുതര പ്രശ്നം എടുത്തു കാണിക്കുകയാണ് ഇന്ത്യയിലെ സൈബർ സുരക്ഷാ വിഭാഗമായ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഡിവൈസ് ലിങ്കിംഗ് ഫീച്ചറായി ഫോണിലെത്തി രഹസ്യങ്ങൾ ഹാക്ക് ചെയ്തെടുക്കുന്ന ഈ പ്രശ്നമാണ് ഗോസ്റ്റ് പെയറിംഗ്. ഹായ്, ഈ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യൂ തുടങ്ങി ക്ലിക്ക് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന മെസ്സേജുകളാകും വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് എത്തുക. ക്ലിക്ക് ചെയ്താലുടൻ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടും. ഇതിന് പാസ്വേഡുള്ള അക്കൗണ്ട് ആണോ, സിം കാർഡ് മാറ്റണോ, ഇത്തരം കാര്യങ്ങളൊന്നും ബാധകമല്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ മറ്റൊരിടത്തിരിക്കുന്ന ഹാക്കർക്ക് ലഭിക്കും എന്നർത്ഥം. ഗോസ്റ്റ് പെയറിംഗ് വാട്സപ്പിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിക്കുന്നില്ല. പകരം ഹാക്കറുടെ ഡിവൈസിനെ അക്കൗണ്ട് ഉടമയെ കൊണ്ട് തന്നെ അറിയാതെ അംഗീകരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അക്കൗണ്ട് ഉടമയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. ഹാക്കർക്ക് തന്റെ ലക്ഷ്യം നേടുവാനും സാധിക്കും. നമുക്കറിയാവുന്ന വിശ്വസനീയമായ ഒരു നമ്പറിൽ നിന്ന് പങ്കുവെക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റോ ഫോട്ടോയോ നോട്ടിഫിക്കേഷൻ വരും. ഒരിക്കൽ അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു കൃത്രിമ വെബ് പേജിലേക്ക് പോകും. അവിടെ യൂസറോട് വെരിഫൈ ചെയ്യണമെന്ന് ആവശ്യപ്പെടും. തുടർന്ന് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. നമ്പർ നൽകിയാൽ ഉടൻ ഒരു കോഡ് ചോദിക്കും. ഇത് ഹാക്കറുടെ ഒരു വിദ്യയാണ്. കോഡ് നൽകിയാലുടൻ ഹാക്കറുടെ ഫോണുമായി നമ്മുടെ ഫോൺ ബന്ധിപ്പിക്കപ്പെടും. ഇതുവഴി നിങ്ങൾക്ക് വരുന്ന സന്ദേശങ്ങൾ വായിക്കാനും മറുപടി നൽകാനും ആവശ്യമായവ ഡൗൺലോഡ് ചെയ്തെടുക്കാനുമെല്ലാം ഹാക്കർക്ക് കഴിയും. എന്നാൽ ഇതൊന്നും സ്വന്തം ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നയാൾ അറിയുക പോലുമില്ല. ഒരിക്കൽ ഹാക്കിംഗ് നടന്നാൽ ഹാക്കർ അതുവഴി നമ്മുടെ കോണ്ടാക്റ്റുകളിലുള്ളവരിലോ ഗ്രൂപ്പ് ചാറ്റിലുള്ളവരിലോ ഇതുപോലെ അപകടം വരുത്തി വെക്കാം. കാരണം പരിചയമുള്ളവരുടെ പേരിലെ മെസ്സേജായി എത്തുമ്പോൾ മിക്കവരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ഇത്തരത്തിൽ കൂട്ടത്തോടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടത് ആദ്യം കണ്ടെത്തിയത് യൂറോപ്പിലാണ്. എന്നാൽ ലോകത്തെവിടെയും ആരുടെയും വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാം എന്നതാണ് സത്യം. സാങ്കേതിക പരിജ്ഞാനത്തെക്കാൾ ഉപരി ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് അറിവുള്ളവരാകുക അറിഞ്ഞിരിക്കുക എന്നതാണ് പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മാർഗം. വാട്സപ്പിൽ ലിങ്ക് ഡിവൈസ് സെക്ഷൻ ദിവസവും പരിശോധിക്കണം. അപരിചിതമായ വാട്സപ്പ് സെഷനുകൾ കണ്ടാൽ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുക. പെയറിംഗ് കോഡുകൾ നൽകാനോ QR കോഡ് സ്കാൻ ചെയ്യാനോ വാട്സപ്പിന് പുറമെയുള്ള ഏതെങ്കിലും വെബ്സൈറ്റ് വഴി അക്കൗണ്ട് പരിശോധിക്കാനോ അനുവദിക്കരുത്. ഇതിനു പുറമെ വാട്സപ്പിലുള്ള 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നടത്തുന്നത് അല്പം കൂടി സുരക്ഷ വർദ്ധിക്കും. അറിയുന്ന കോണ്ടാക്റ്റുകളിൽ നിന്നുള്ള ലിങ്കുകൾ പോലും ക്ലിക്ക് ചെയ്യും മുമ്പ് പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണം.